പിതാവേ, ബൈബിളിൽ എനിക്ക് പുതിയ നിയമത്തെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്റ്റർ എസ് എം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെയുള്ളൊരു പിഞ്ച് ബൾജ് ട്രാൻസിഷൻ എങ്ങനെയാണ് നമ്മളെ വീഡിയോയിൽ കൊടുക്കുക എന്നാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൂടി എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ട വീഡിയോ ക്ലിപ്പ് ഞാൻ എൻ്റെ ഈ ഒരു അലൈറ്റ് മോഷൻ ആപ്പിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യം തന്നെ ഫസ്റ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ക്ലിപ്പിൻ്റെ ഫസ്റ്റിലായിട്ടും മിഡിലായിട്ടും എൻഡ് പൊസിഷനിലായിട്ടും 3 കീ ഫ്രെയിംസ് സൂമിൻ്റെ ഒരു ഓപ്ഷനിൽ പോയി ആഡ് ചെയ്യാം. അതിൽ ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഇതുപോലെ നല്ലോണം സൂം ചെയ്ത് വെച്ച് കൊടുക്കുക. അതിൻ്റെ വാല്യൂ ഒക്കെ നിങ്ങളെ ഒരു ഇതനുസരിച്ച് തന്നെ ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ വാല്യൂ കറക്റ്റ് പറയുന്നില്ല. എന്നിട്ട് രണ്ടാമത്തെ കീ ഒന്നും ചെയ്യേണ്ട. അതുപോലെ ലാസ്റ്റ് കീ വന്നിട്ട് ലാസ്റ്റ് കീൻ്റെ ആ ഒരു പൊസിഷൻ വന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അത് നല്ലോണം ഒന്ന് സൂം ഔട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഡിക്രീസ് ചെയ്ത് കൊടുക്കുക. നല്ലോണം അങ്ങോട്ട് ഏകദേശം ഈ ഒരു പൊസിഷനൊക്കെ ആകുന്നവരെ നിങ്ങൾ സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ഉണ്ടാകുക. അതിൽ ഫസ്റ്റത്തെ 2 കീ ഫ്രെയിംസിൻ്റെ ഇടയിലായിട്ട് ഞാനിത് ഇവിടെ കാണിക്കുന്ന പോലത്തെ ഒരു കർവ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങളത് ഒന്ന് കോപ്പി ചെയ്യുക. അതിൻ്റെ രണ്ടാമത്തെ 2ഉം 3ഉം കീ ഫ്രെയിംസിൻ്റെ ഇടയിലായിട്ട് ആ ഒരു കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി എന്ന് തന്നെ പറയാം. അതിന് ശേഷം വീണ്ടും ഞാൻ നേരത്തെ ചെയ്ത പോലെ ആ റൊട്ടേഷൻ്റെ ആ ഒരു സെലക്ട് ചെയ്തതിന് ശേഷം 3 കീ ഫ്രെയിംസ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ ഫസ്റ്റ് കീൻ്റെ വാല്യൂ ഇതുപോലെ -3 ഡിഗ്രി ആയിട്ട് സെറ്റ് ചെയ്യുക. രണ്ടാമത്തത് 3 ഡിഗ്രി ആയിട്ടും മൂന്നാമത്തത് -3 ഡിഗ്രി ആയിട്ടും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അനങ്ങുന്ന ആ ഒരു മോഡലിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇത് -3 തന്നെയാണ്. ലാസ്റ്റത്തെ -3 തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വരിക. അതിനുശേഷം നേരത്തെ കോപ്പി ചെയ്ത കർവ് ഇതിലും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ഇതിൽ എപ്പം കൊടുക്കുമ്പോൾ അതൊന്ന് പേസ്റ്റ് ചെയ്തതിന് ശേഷം റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു കർവ് തന്നെ ഇതിൽ കിട്ടും. നല്ലൊരു സ്മൂത്തായിട്ടുള്ള ട്രാൻസിഷനും ആയിരിക്കും ഈ ഒരു കർവ് കൊടുത്തു കഴിഞ്ഞാൽ. അതിനുശേഷം വീണ്ടും നമ്മളിതിലേക്ക് ഒരു ചെറിയ വ്യത്യാസം കൂടി വരുത്താനുണ്ട്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ഷേപ്പാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ആ ഷേപ്പ് ഒന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ഫിൽ സ്ക്രീൻ ചെയ്തതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. അത് നമ്മളെ അടിച്ചൊക്കെ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ആ ഫസ്റ്റത്തെ ആ ഒരു ക്ലിപ്പിൻ്റെ അതേ ലെങ്ത്തിലായിട്ട് നമ്മൾ ആ ഒരു മേത്തിലുള്ള ആ ഒരു ഷേപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഷേപ്പുകൾ തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിലേക്ക് നമ്മൾ എഫക്റ്റ് ആഡ് ചെയ്യാൻ പോവാണ്. ആ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന എഫക്റ്റ് ആദ്യം തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും രണ്ടാമത് വീണ്ടും എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിൽ ഡിസ്റ്റോഷൻ ആൻഡ് വാപ്പിൽ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്യുക. അത് ഒന്ന് മിറർ ഓപ്ഷൻ ഓൺ ആക്കി ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും മൂന്നാമത്തെ എഫക്റ്റ് ആഡ് ചെയ്യുകയാണ്. അതിനായിട്ട് ആദ്യം തന്നെ ബ്ലർ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് മോഷൻ ബ്ലർ എന്ന് പറയുന്ന എഫക്റ്റാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും ലാസ്റ്റായിട്ട് ഒരു എഫക്റ്റ് കൂടി ആഡ് ചെയ്യുകയാണ്. അതിനായിട്ട് നമ്മുടെ മെയിൻ എഫക്റ്റാണിത്. ഇന്നർ പിഞ്ച് ഓർ ബൾജ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൽ സ്ട്രെങ്ത് എന്ന് കാണാം. ആ സ്ട്രെങ്ത്തിലാണ് നമ്മൾ ചെറിയ ഒരു വ്യത്യാസം വരുത്തുന്നത്. അതിനായിട്ട് ഈ ഒരു ഷേപ്പിൻ്റെ എൻഡ് പൊസിഷനിലേക്കായിട്ട് നമ്മൾ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മളിവിടെ 0 ആയിട്ടാണ് 0.00 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഇതുപോലെ നമ്മളൊന്ന് ഇൻക്രീസ് ചെയ്താണ് കൊടുക്കുന്നത്. 1 ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്.
അതിനുശേഷം ഇതിൻ്റെ ഇടയിലേക്ക് നേരത്തെ നമ്മൾ ചെയ്ത അതേ ഒരു കർവ് പേസ്റ്റ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും. യാതൊരുവിധ ഡൗട്ടും വരാനുള്ള ഒരു ചാൻസും ഇതിൽ കാണുന്നില്ല. അതിനുശേഷം ഈ റെക്റ്റാങ്കിളിൻ്റെ ആ ഒരു ഇന്നർ പിഞ്ച് ബൾജ് എന്നുള്ളത് മോഷൻ ബ്ലറിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഈ ആഡ് ചെയ്ത റെക്റ്റാങ്കിളിൻ്റെ സെയിം അടിയിലായിട്ടുള്ള ആ വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിലേക്കൊരു 2 എഫക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ആഡ് എഫക്റ്റിൽ ഡിസ്റ്റോഷൻ ആൻഡ് വാപ്പിൽ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്യുക. അതിൽ ക്രോപ്പ് എന്നുള്ളത് നമ്മൾ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 1.005 ആയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതിലും മിറർ ഓപ്ഷൻ ഓൺ ആക്കിയിടണം. മിറർ ഓപ്ഷൻ ഓൺ ആക്കാൻ മറന്നുപോയതാണ്. മിറർ ഓപ്ഷൻ ഓൺ ആക്കി സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം വീണ്ടും ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതിൽ ബ്ലർ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് മോഷൻ ബ്ലർ എന്ന എഫക്റ്റ് ഈ ഒരു ക്ലിപ്പിലേക്കും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേ എഫക്റ്റ് തന്നെ ആണ് മറ്റുള്ള ക്ലിപ്പിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. അതൊക്കെ ഒന്ന് എഫക്റ്റുകളൊക്കെ നിങ്ങളൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ആകെ സമയമെടുക്കുക ആ ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോം ചെയ്യുന്ന കാര്യങ്ങൾക്കാണ്. അതിനും കുറേയേറെ സമയമൊന്നും എടുക്കില്ല. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. മറ്റു ക്ലിപ്പിലൊക്കെ 1-2 ക്ലിപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ഐഡിയ വന്നോളൂ. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ വീഡിയോ ഉണ്ടാകുക. നമ്മളെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് പ്രിവ്യൂവിൽ കണ്ട പോലെയാണ് നിങ്ങൾക്ക് അതിലൊരു എഫക്റ്റ് കിട്ടുക. എല്ലാത്തിലും ആ ഒരു ഇടയിലായിട്ടുള്ള ഗ്രാഫ് ആഡ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അതാണ് നമ്മളെ ഒരു സ്മൂത്ത്നെസ്സിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഒരു ക്ലിപ്പിൻ്റെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള അലൈറ്റ് മോഷൻ ട്യൂട്ടോറിയൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും.